പക്ഷേ അഭിമാനത്തോടു കൂടി ഞാൻ പറയാം, ഔദ്യോഗികമായി മുസ്ലിം ലീഗോ അറിയപ്പെടുന്ന കേരളത്തിലെ മതസംഘടനകളോ എൻ്റെ പരാമർശത്തിനെതിരായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ആകെ ഷാജി ഇന്നലെ പറഞ്ഞു. അത് പറയാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടത് ജമാഅത്തേക്കെതിരായി ഏറ്റവും ശക്തമായ ചെറുനാവും വലിയ നാവും ഇളക്കിയ ആളാണ് അദ്ദേഹം വീണെടുക്കയിൽ നിന്ന് പടയുകയാണ്, അത് അഭ്യാസാക്കുകയാണ്. പക്ഷേ മുസ്ലിം ലീഗ് പൊതുവിൽ, അതുപോലെ തന്നെ മതസംഘടനകൾ പൊതുവിൽ നല്ല സമീപനമാണ് ഇക്കാര്യത്തിൽ കാട്ടിയിട്ടുള്ളത്. രണ്ടാമത് അവർ പറഞ്ഞ പാലക്കാട് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, അതിൽ എൻ്റെ കക്ഷിയെയും എന്നെയും പരാമർശിക്കുന്നു എന്നുള്ളൊരു കുറ്റമാണ്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കക്ഷിയെയോ അദ്ദേഹത്തിൻ്റെ സംഘടനയെയോ, സംഘടന എന്ന് പറയാം അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ സംഘടനയോ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയും അപകീർത്തിപ്പെടുത്തലിൻ്റെ പ്രശ്നം ഇല്ല. ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നോട്ടീസ് എനിക്ക് ലഭിച്ചത് 9/1/2026 അതിന് ഞാൻ എൻ്റെ തന്നെ സുഹൃത്തും സഹപ്രവർത്തനവുമായിട്ടുള്ള സുപ്രീം ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് തോമസ് അബ്രഹാം വഴി മറുപടി അയക്കും. എനിക്ക് നോട്ടീസ് കിട്ടുന്നതിന് മുമ്പ് ഇത് TV സോഷ്യൽ മീഡിയയിൽ പ്രചരണത്തിന് കൊടുത്തത് എന്തുകൊണ്ടാണ്, അത് പ്രചരണമാക്കിയത് എന്തുകൊണ്ടാണ്, ഇത് വ്യക്തമാക്കണം. ഈ പറഞ്ഞ തുക കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. ഇല്ലെങ്കിൽ പോലും 1 കോടി രൂപ ഞാൻ ഇതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ ഒരു 100 മുസ്ലിം സുഹൃത്തുക്കൾ ഓരോ ലക്ഷം രൂപ തരാൻ ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അതെൻ്റെ പാർട്ടിയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല. അതാദ്യം മനസ്സിലായി പോകണം. ഞാൻ എൻ്റെ ജനനം നാഥാപുരത്ത് ആദ്യം മനസ്സിലായി പോകണം. അവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ബംഗളത്ത് മുഹമ്മദ് ഓർത്തോളൂ, നാദാപുരം നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ്. 2018 ഞാൻ അവിടെ ഒരു സ്ഥാപനം കൊണ്ടുവന്നു. കൊണ്ടോട്ടി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള അക്കാദമിയുടെ ഉപശാഖ കേരളത്തിൽ ആദ്യമായി. ലീഗുകാർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതല്ല. മനോഹരമായൊരു കെട്ടിടമുണ്ടായി. അത് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ബംഗളത്ത് പറഞ്ഞത് കേട്ടോളൂ. AK ബാലൻ ഈ നാടിൻ്റെ അഹങ്കാരവും അഭിമാനവുമാണ്. അദ്ദേഹം CPM നേതാവ് മാത്രമല്ല, ലീഗിൻ്റെയും കൂടി നേതാവാണ്.